decomposition theorem. WOLD. വോൾഡ്. ആ സ്ലൈഡ് ഒന്ന് എടുക്കും. കഴിഞ്ഞ നമ്മൾ ബ്രേക്കിന് ശേഷമുള്ള സ്ലൈഡ് അടുത്തതായിരിക്കും മിക്കവാറും. യെസ് എക്സാക്ട്ലി ഇതാണ്. അപ്പൊ ഇവിടെ നിങ്ങള് ഈ 4 ടേംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് കേട്ടു. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു തിയറത്തിനെയാണ് we call it as Wold decomposition theorem, which is not very important. മാത്രമല്ല, it is very complicated theorem. If anybody is interested, you can refer the net. പക്ക മാത്തമാറ്റിക്സ് ആണ് അത്. സാധാരണ നിങ്ങളുടെ സിലബസിൽ ലൈനോടെ കിടപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തത്. പക്ഷേ യൂഷ്വലി ദ സിലബസ് ഇറ്റ് ഈസ് നോട്ട് ദെയർ. മാത്രമല്ല പെട്ടെന്ന് നമ്മൾ ഫോളോ ചെയ്യാൻ എളുപ്പമല്ല, അതുകൊണ്ട് അത് വെറി ചെയ്യണ്ട. പക്ഷെ അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. MA പ്രോസസ്സ്, AR പ്രോസസ്സ്, ARMA പ്രോസസ്സ്, അരിമ പ്രോസസ്സ്, ഇങ്ങനെ 4 ആയിട്ടുണ്ടല്ലോ. ദാറ്റ് ഇസ് കോൾഡ് ഡീകമ്പോസിഷൻ. ഈ ഡീകമ്പോസിഷൻ നമ്മൾ പറയുന്നുണ്ടല്ലോ, AR MR കൂടെ കമ്പൈൻ ചെയ്യാമെന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ പുറകിലുള്ള മാത്തമാറ്റിക്കൽ റാഷണാലിറ്റി ആണ് ഈ തിയറം, വോൾഡ് ഡീകമ്പോസിഷൻ തിയറം. അത് സാധാരണ എവിടെയും പഠിപ്പിക്കാറില്ല. നിങ്ങളുടെ സിലബസിൽ അങ്ങനെ വേർഡ് കണ്ടതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്തത് എന്താണ് ഈ വോൾഡ് ഡീകമ്പോസിഷൻ തിയറം എന്ന് പറയുന്നത്. ഇതാണ് ഐഡിയ. ഇതിനെങ്ങനെയാണ് 4ഉം കൂടെ കമ്പൈൻ ചെയ്യണം എന്നുള്ള പ്രോസസ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ചേർത്തിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അപ്പൊ ഇതാണ് ഈ അത് പോട്ടെ. ഇനി നമ്മൾ ആ അരിമാർമയൊക്കെ അവിടെ വിടുകയാണ്. ഇനി ഇതിനകത്ത് ഒരു ടേം, അനദർ ടേം, അത് പലപ്പോഴും ഫ്രം ദ സ്റ്റുഡൻസ് പോയിന്റ് ഓഫ് വ്യൂ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും വരുന്നൊരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് എറർ കറക്ഷൻ മെക്കാനിസം, ECM, which you see in books also. Error correction mechanism എന്ന് പറയുന്ന ഒരു ടേം കാണാം. Otherwise, it is a part of Granger representation theorem. ഈ ഐഡിയ ഡെവലപ്പ് ചെയ്ത് ഗ്രാങ്കർ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ഗ്രാങ്കർ റെപ്രസെന്റേഷൻ തിയറം. ചെറിയൊരു ഐഡിയ ആണ്, വലിച്ചു വലിയ പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പലപ്പോഴും അത് ദാറ്റ് ഈസ് ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് എക്സാമിനേഷൻ പോയിന്റ് അവർ ചോദിക്കുന്ന ഒന്നാണ്. നൗ ടു മേക്ക് ദാറ്റ് ഐഡിയ വെരി ക്ലിയർ ടു യു, we should go back to the idea of co-integration. Should go back to the idea of co-integration. What is co-integration? Co-integration, it is a regression model after converting the series into stationarity. And when we discuss the class on stationarity, ആദ്യ ക്ലാസ്സുകളിൽ ഈ co-integration ഐഡിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. And the best example used to explain this co-integration, that is consumption function. പല ബുക്കുകളിലും കാണാം കൺസംഷൻ ഫംഗ്ഷൻ എക്സാമ്പിൾ ആയിട്ട്.
For example, if you want to estimate the consumption function of India, നമ്മൾ രണ്ട് സെറ്റ് ഡാറ്റ ഉപയോഗിക്കുന്നു. ഒന്ന് കൺസംഷൻ, രണ്ടാമത്തേത് ഇൻകം. ഓർ യു മേക്ക് ഇറ്റ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം ആക്കി പോകുന്നുണ്ടാവും. Now, the consumption data are available for different years. Income data are also available for different years. You do a regression where consumption is the dependent variable, income is the independent variable. C equal to A plus BY. Keynesian consumption function. C equal to A plus BY. Result കിട്ടും. But that result need not be dependable. Need not be dependable. Why? Because consumption data, income data ഒന്നും സ്റ്റേഷനറി ആണോ എന്ന് നമ്മൾ എക്സാമിൻ ചെയ്തിട്ടില്ല. May be stationary, may not be stationary. And in majority of cases, it is non-stationary. It is non-stationary. Or ഈ non-stationary data വെച്ചിട്ട് സ്റ്റേബിൾ അല്ലാത്ത ഡാറ്റ വെച്ച് കിട്ടുന്ന റിസൾട്ട് it is not dependable. ഇതിനെയാണ് the econometricians call spurious regression. Spurious regression. Just like spurious correlation. So, if we require perfection, we should convert that into a stationary series. We should convert that into a stationary series. രണ്ട് സെറ്റും സ്റ്റേഷനറി ആക്കണം. കൺസംഷൻ ഡാറ്റ ആക്കണം, ഇൻകം ഡാറ്റ ആക്കണം. And you know how to make it a stationary. നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. യൂണിറ്റ് റൂട്ട് നോക്കുക, യൂണിറ്റ് നോക്കിയിട്ട് സ്റ്റേഷനറി ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കുക. സ്റ്റേഷനറി അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഫറൻസ് എടുക്കുക. ഒക്കെ ഐ ഡോണ്ട് വാണ്ട് റിപ്പീറ്റ് അഗെയിൻ. അങ്ങനെ നമ്മൾ രണ്ട് സെറ്റ് ഡാറ്റയും സ്റ്റേഷനറി ആക്കി മാറ്റും. Again you are doing the consumption function. അങ്ങനെ കൺസംഷൻ ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ, എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, that is called co-integrated regression. അതിനെയാണ് നമ്മൾ co-integrated regression എന്ന് പറയുന്നത്. So it is co-integration. അവിടെയും co-integration is a process where we are redoing the regression after converting the data set into stationarity. ഇതാണ് co-integration.
മുമ്പ് ഒരിക്കൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇതിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ടേമാണ് എറർ കറക്ഷൻ മെക്കാനിസം. എറർ കറക്ഷൻ മെക്കാനിസം വളരെ സിമ്പിൾ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ അത്. which is a part of Granger representation theorem. നമുക്ക് ആവശ്യമുള്ള ഒരു 2 ലൈനേ അതിനകത്തുള്ളൂ. ഇവിടെ പറയുന്ന ഐഡിയ ഏതാണ്? തന്നിരിക്കുന്ന സീരീസ്, if 2 series are integrated, there will be long-term equilibrium, but there may be disequilibrium in the short. 2 set of data co-integrated ആണെങ്കിൽ ലോങ് റണ്ണിൽ that will be a stable series. വളരെ stable ആയിരിക്കും. There is long run equilibrium. പക്ഷെ ചിലപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും ഷോർട്ട് റണ്ണിൽ ഡിസീക്വിലിബ്രിയം വന്നേക്കാം. There is some instability. ഈ instability ആണ് we call it as equilibrium error. Equilibrium error. ഈ equilibrium error ആണ് എറർ കറക്ഷൻ മെക്കാനിസത്തിന്റെ റാഷണൽ. ഒരു ചെറിയൊരു ഫാക്ടർ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഡിസീക്വിലിബ്രിയം ഉണ്ടാകുന്നത്. It is called disequilibrium error. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യും. ആ കറക്ഷൻ ഫാക്ടർ ആണ്. That is, there should be a reconciliation. Be a reconciliation between short run and long run behavior. ഈ reconciliation factor we call it as error correction factor. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനെ വളരെ സിമ്പിൾ ആയിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ co-integrated series എപ്പോഴും ലോങ് റൺ സ്റ്റെബിലിറ്റി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അത് എല്ലായ്പ്പോഴും need not maintain short-run equilibrium. So there is a difference between short-run behavior and long-run behavior. There is a difference between short-run behavior and long-run behavior. അതിനെ കറക്റ്റ് ചെയ്യുന്നു. The best word is reconciliation. രണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയൊരു ഫാക്ടറാണ് എറർ. ആ ഒരു എറർ ഫാക്ടറാണ് we call it as error correction. അതിന്റെ പ്രോസസ്സിനെയാണ് we call it as error correction mechanism. ഇത്രയേ ഉള്ളൂ. ഐഡിയ is very simple. മറ്റെല്ലാം പറഞ്ഞാലും ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ the factor which helps to reconcile long-term and short-term behavior in the case of co-integrated series. That is error correction. അത് ചെറിയൊരു ഐഡിയ ആണ്. പക്ഷെ അത് പലപ്പോഴും ഷോർട്ട് ക്വസ്റ്റ്യനിൽ പലപ്പോഴും കാണാറുള്ള ഒന്നാണ്. എന്താണ് എറർ
correction mechanism. മാത്രമല്ല, sometimes it is found in net examinations also. എന്താണ് what is error correction mechanism? It is not correcting errors. എന്ന് പറയാൻ കാരണം ഒരിക്കൽ ഒരു ആൻസർ പേപ്പറിൽ ഞാൻ കണ്ട ആൻസറാണ് ഓഫ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. എറർ കറക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റിംഗ് എറേഴ്സ് ആണ്. കറക്റ്റിംഗ് ഓക്കെ, ഐഡിയ അഗ്രി ചെയ്യുന്നു. പക്ഷെ അത് ഇന്റഗ്രേറ്റഡ് സീരീസിൽ ഷോർട്ട് റൺ ലോങ് റൺ ബിഹേവിയർ തമ്മിലുള്ള ആ ഡിഫറൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് എറർ ടേം ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് എറർ കറക്ഷൻ മെക്കാനിസം. ഇത്രയേ ഉള്ളൂ ഐഡിയ. ഓക്കെ, now we move on to next one, please. Next slide, please. Yes, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർകാസ്റ്റിങ്ങിന്റെ അടുത്തൊരു മെത്തേഡാണ്. അപ്പൊ അരിമ ഒരു മെത്തേഡ്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് വാർ മോഡൽസ്. പല കുട്ടികളും ആൻസർ പേപ്പറിൽ എഴുതാറുള്ള സ്പെല്ലിംഗ് ആണ് WAR. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് വാർ മോഡലിന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് W, ഇറ്റ് ഈസ് V. ഓട്ടോ റിഗ്രസീവ് വെക്റ്റർ ഓട്ടോ റിഗ്രസീവ് മോഡൽസ്. ഓട്ടോ റിഗ്രസീവ് മോഡൽസ്, ഇതാണ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Now, when we start about the war models, ഇവിടെ 3 interrelated ഐഡിയകളുണ്ട്. Interrelated ഐഡിയകൾ. One is, അതാണ് ഫസ്റ്റ് വൺ, idea of simultaneous equations. ഈ simultaneous equationന്റെ ഒരു ഡ്രോബാക്കിൽ നിന്നാണ് we move on to war. So there is a close resemblance between simultaneous equation models and war model. Close resemblance, but there are differences. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. It is not in your syllabus. ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് പറയും. Because it is called structural equation modeling. Structural equation modeling. It is not as such in your syllabus. പക്ഷേ വാർ മോഡൽ പറഞ്ഞു കഴിഞ്ഞിട്ട് I shall briefly touch upon structural equation model, because today it is widely talked. ഒരുപാട് പേര് പറയുന്നൊരു സാധനമാണ്. ഞാൻ പലപ്പോഴും അല്പം ക്രിട്ടിക്കലായിട്ട് പറയാറുണ്ടല്ലോ. ഇപ്പം അടുത്ത കാലത്ത് എക്കണോമെട്രിക്സുകാർ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറഞ്ഞു നടക്കുന്ന ചില ടേംസ് ആണ് അരിമ, കോ-ഇന്റഗ്രേഷൻ. അതുപോലെ ഇപ്പൊ വന്നിട്ടുള്ള സാധനമാണ് സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡൽ. ഒരു 10 കൊല്ലമായിട്ട് many of the research scholars, not only in economics, in other subjects also, ഒരുപാട് പറയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒന്നാണ് സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡൽ. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് വരാറുണ്ട്. Why they want to use it, particularly in the case of research scholars? Why they don't want to use it? എന്തുകൊണ്ടാണ് they want to use it?
ഡോണ്ട് അല്ല, ദേ വോണ്ട് ടു യൂസ് ഇറ്റ്. എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് പറയും. ദേ വോണ്ട് ടു യൂസ് ഇറ്റ് ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ദേ വോണ്ട് ടു യൂസ് ഇറ്റ് ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് ഒരു ഹ്യൂമൻ സൈക്കോളജി ഉണ്ട്. അറിയാത്തതൊക്കെ പരീക്ഷിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡൽ വേണ്ടാന്നൊന്നുമല്ല പറയുന്നത്, അതൊക്കെ ഉപയോഗിക്കാൻ നല്ല കാര്യം. പക്ഷേ ഇത് ഓരോന്നിനും ഓരോ കോണ്ടെക്സ്റ്റ് ഉണ്ട്. എവിടെയാണ് സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡൽ യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണമെന്നറിയാം? വി ഷുഡ് നോ വാട്ട് ഇറ്റ് ഈസ്. അതെന്താണെന്നറിയും. ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണമുണ്ട്. ഇത് മൂന്നും ക്ലോസ്ലി ഇന്റർറിലേറ്റഡ് ആണ്. സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽ, വാർ മോഡൽ, അതുപോലെ സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡൽ, മൂന്നും. എന്നാൽ ഇത് മൂന്നും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എന്നാൽ മൂന്നും അവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, നൗ വി ഷാൽ സ്റ്റാർട്ട്. അപ്പൊ ആദ്യം സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡൽ പറയുന്നതിന് മുമ്പ് പറയേണ്ടത് we should know what is a simultaneous equations. അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുക. കാരണം that is in your syllabus also. പക്ഷെ നിങ്ങളുടെ സിലബസിലെ simultaneous equation മോഡല് പറഞ്ഞിരിക്കുന്നത് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സിന്റെ കൂടെയാണ്. അവിടെയാണ് അതുകൊണ്ട് ഇട്ടിരിക്കുന്നത്. അത് പോട്ടെ, സാരമില്ല, അവിടെ എവിടെയെങ്കിലും പഠിക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സിസ്റ്റം കണ്ടിട്ട് ആ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്കിൽ നിന്നാണ് വാറിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, what is a simultaneous equation system? ഇവിടെ ഒരു simultaneous equation system സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ it is a system with two or more equations. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പഴയ എക്കണോമെട്രിക്സിന്റെ മറ്റു പേപ്പറിൽ പഠിച്ചിട്ടുള്ള സമറൈസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതാണ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, y equal to a plus bx. നമ്മൾ എല്ലാവരും എക്കണോമെട്രിക്സ് ആദ്യ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് y equal to a plus bx. അങ്ങനെ എഴുതിയാൽ അത് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ അല്ല. There is only one equation there. But if you use two equations, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. ഡിമാൻഡ് ഇക്വേഷൻ, what you have studied from +2 class onwards. D equal to a plus by. D equal to a plus by. അതാണ് ഒരു ഇക്വേഷൻ. D equal to a plus by. എന്താണത്? സോറി, D equal to a plus bp എന്നാക്കി പോകും. D equal to a plus bp. എളുപ്പത്തിന് പറഞ്ഞതാണ്. D എന്ന് പറയുന്നത് ഡിമാൻഡ്, P എന്ന് പറയുന്നത് പ്രൈസ്. അല്ലെങ്കിൽ നിങ്ങൾ കൺവെൻഷനലി പറയുന്ന ഡിമാൻഡ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, S equal to a plus bp. S equal to a plus bp. That is called supply equation. Supply equation. അപ്പോൾ അവിടെ എന്തായി? ഒരു ഇക്വേഷൻ ഡിമാൻഡ് ഇക്വേഷൻ, രണ്ടാമത്തത് സപ്ലൈ ഇക്വേഷൻ. Now
it becomes a set of simultaneous equations. It becomes a set of simultaneous equations. രണ്ട് equation. Now if you add one more condition, D equal to S, demand equal to supply, So there are three equations there: demand equation, supply equation, demand supply equality. Now, if you recall the early classes on simultaneous equations taught by your teachers, we call it as a market equilibrium model. This is a market equilibrium model. Demand equation ഉണ്ട്, supply equation ഉണ്ട്, demand equal to supply. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു simultaneous equation system. Similarly, you can have a number of examples from microeconomics and macroeconomics. ISLM model. Macroeconomics. Macroeconomic model Keynes. Simultaneous equation models. അപ്പോൾ ഈ simultaneous equation മോഡലിന്റെ ബേസിക് ഐഡിയ എന്താണ്? ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യും. അതാണ് സിമ്പിൾ ഐഡിയ. ഇവിടെ whenever we talk about a simultaneous equation model, the demand ഉണ്ട്, price ഉണ്ട്, supply ഉണ്ട്, ഇതൊക്കെ നമ്മൾ we don't call them, of course I am only summarizing, നമ്മൾ ഒരിക്കൽ കഴിഞ്ഞ സമയത്ത് വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ D's, P, etc. we don't call them as dependent variable and independent variable. Dependent variable and independent variable എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നില്ല. If you recall the old classes in your colleges, dependent variable പകരം we call them as endogenous variables. Then there are exogenous variables also. Exogenous മുഴുവൻ independent ആണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയാം. So we have a usage endogenous and exogenous. Now, what is the idea of endogenous? What is the idea of endogenous? Endogenous means endogenous, which is in the given system. തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് മാറി വരുന്നതാണ് endogenous, but which is independent of the equation. For example, ഡിമാൻഡിൽ നമ്മൾ ഇൻകം ചേർത്തു, ടേസ്റ്റ് പ്രിഫറൻസ് ചേർത്തു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് എക്സോജീനിയസ് ആയിട്ട് മാറും. Endogenous and exogenous. And again, if you remember what we have
discussed earlier. ഒരു ഇഷ്യൂ നിൽക്കുന്നുണ്ട്. ആ ഇഷ്യൂക്കാൻ പോകുന്നത് in some cases when you have large number of equations or if I put it as m by n, m rows and n columns. ഇതൊക്കെ നിങ്ങൾ സൈമൾട്ടേനിയസ് പഠിച്ചപ്പോൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ m റോസും n കോളംസ് ഒക്കെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ പലപ്പോഴും which is endogenous, which is exogenous, which is endogenous, which is exogenous. അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ you may have a difficulty. അത് ഓൾറെഡി സൈമൾട്ടേനിയസ് ഇക്വേഷൻ ലിറ്ററേച്ചറിൽ ഭംഗിയായിട്ട് ഇഷ്യൂ പറയുന്നുണ്ട്. ചില വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാൽ is it endogenous or is it exogenous? Decision making becomes very difficult. Number one. Number two, generally in simultaneous equation models, it is said that if we have m endogenous variables, we require m equations to solve it. Then മൂന്നാമതൊരു ഇഷ്യൂ പറയുന്നുണ്ട്. മൂന്നാമത്തെ ഇഷ്യൂ, it is the identity problem. It is the identification. It is the identification problem. ഇത് മൂന്നും ഇക്കണോമെട്രിക്സിലെ സിമെട്രിക് ഇക്വേഷൻ മോഡലിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. So which are the problems? Number one, the classification between endogenous and exogenous. പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന പാർഷ്യൽ ഇക്വേഷൻസിലുള്ള സാധാരണ സിംഗിൾ ഇക്വേഷൻ ആണെങ്കിലുള്ള ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ്, അതുപോലെ ഇവിടെ ഏതൊക്കെയാണ് ഡിപ്പെൻഡന്റ് പകരം വി കോൾ ഇറ്റ് ആസ് എൻഡോജീനിയസ്, സിസ്റ്റത്തിന്റെ പുറത്തുനിന്നുള്ള വേരിയബിൾ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എക്സോജീനിയസ്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ക്ലാസിഫിക്കേഷൻ ബിക്കംസ് വെരി ഡിഫിക്കൽട്ട്. നമ്പർ ടു, if there are m endogenous variables, we require m equations. അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡലിന്റെ ബേസിക് ലോജിക് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, n അൺനോൺസ് ഉണ്ടെങ്കിൽ n ഇക്വേഷൻസ് വേണമെന്ന് പറയുന്ന ആ സ്പിരിറ്റ്. Then there is third one, identification problem. എന്താണ് ഈ ഐഡന്റിഫിക്കേഷൻ? ഇതൊക്കെ നിങ്ങൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. ഈ സിലബസിൽ പറയുന്നില്ല ഈ സിലബസിൽ, ബട്ട് ഐ ആം സമ്മറൈസിങ്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ whether all the coefficients can be estimated. For example ആയിട്ട് പറയാണ്,
You just look into the model which I told you. Demand equal to A plus BP. Demand equal to A plus BP. Supply equal to A1 plus B1P. A1 plus B1P. രണ്ടാമത്തെ A1 ഉം B1 എന്ന് പറയാൻ കാരണം ഫസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ടി മാത്രമാണ്. അത് കണ്ട് പഠിക്കേണ്ട. മറ്റോടത്ത് എയും ബിയും പറഞ്ഞുകൊണ്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി A1 B1 എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് there are 4 unknowns. A ഉണ്ട്, B ഉണ്ട്, A1 ഉണ്ട്, B1 ഉണ്ട്. There are 4 unknowns. ഈ 4 unknowns പിന്നെ of course equilibrium equation ഉണ്ട്, demand equal to supply. ഈ പിന്നെ കോഎഫിഷ്യൻസ് വരുന്നില്ല, ഈ കോഎഫിഷ്യന്റ് റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യും. ഈ അൺനോൺസ് എല്ലാം എസ്റ്റിമേറ്റ് ചെയ്യും. അതിൽ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിലെ ഡിമാൻഡിന്റെ ഇന്റർസെപ്റ്റ് ആണ്. A1 എന്ന് പറയുന്നത് സപ്ലൈയുടെ ഇന്റർസെപ്റ്റ് ആണ്. എന്ന് പോട്ടെ. അപ്പോൾ ഇത് സോൾവ് ചെയ്യും. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ there are 3 possibilities. Solve ചെയ്ത് വരുമ്പോൾ there are 3 possibilities. Which are the possibilities? First possibility, എല്ലാ കോഎഫിഷ്യൻസും കൃത്യമായിട്ട് കണ്ടുകിട്ടുന്നു. എല്ലാ കോഎഫിഷ്യന്റിനും കൃത്യം വാല്യൂ കിട്ടും. എല്ലാ കോഎഫിഷ്യന്റിനും കൃത്യം വാല്യൂ കിട്ടുന്നു, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. It is called a case of exact identification. It is called a case of exact identification. എല്ലാത്തിനും കൃത്യം വാല്യൂ കിട്ടുന്നുണ്ട്. ഇതാണ് exact identification. But sometimes നമ്മുടെ കയ്യിലുള്ള എല്ലാ കോഎഫിഷ്യൻസും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. Then 4 കോഎഫിഷ്യൻസ് ഉണ്ട്, 3 എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, it is called under identification. Sometimes ചില കോഎഫിഷ്യൻസിന് or some coefficients you may get more than one value. ഒരു കോഎഫിഷ്യന്റ് തന്നെ ഒന്നിൽ കൂടുതൽ വാല്യൂ കിട്ടും. It is a case of over identification. So the logic what I am coming is, in the case of simultaneous equation models, ഓരോ മോഡലിലും the estimation method depends. Indirect least square ഉണ്ട്, 3 stage ഉണ്ട്, 2 stage least square ഉണ്ട്, 3 stage. All these things are studied along simultaneous equation models. ഈ ഒരു ഫ്രെയിംവർക്ക് ആണ് simultaneous equation model.
or it is closely the idea of, it is closely the idea of അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള interaction. അതിനെ നമ്മൾ വേരിയബിൾസിന് എൻഡോജീനിയസ് എക്സോജീനിയസ് ഒക്കെ ആക്കി ഒരു പ്രോസസ്സ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ യുവർ ക്ലാസ് ഓൺ സൈമൾട്ടേനിയസ് മോഡൽ അവിടെ നിങ്ങൾ പഠിച്ചു കാണും. ഓർഡിനറി യൂസ് സ്ക്വയർ മെത്തേഡ് അത്ര അപ്രോപ്രിയേറ്റ് അല്ല, തെറ്റല്ല, തെറ്റാണെന്ന് മുഴുവൻ പറയുന്നില്ല, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് വെരി അപ്രോപ്രിയേറ്റ്. എൻ്റെ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാണ് the rationality of simultaneous equation models. ഒരു ഓവറോൾ ഫ്രെയിംവർക്ക് ആണ് കിട്ടുന്ന ഒരു സിസ്റ്റത്തിന്റെ ഓവറോൾ ഫ്രെയിംവർക്ക്. ഇപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം മോഡൽ ആണെങ്കിൽ ഡിമാൻഡ് ഇക്വേഷൻ ഉണ്ട്, സപ്ലൈ ഇക്വേഷൻ ഉണ്ട്, ഈക്വാലിറ്റി ഇക്വേഷൻ ഉണ്ട്. മാക്രോ എക്കണോമിക് മോഡൽ ആണെങ്കിൽ ഇൻകം ഇക്വേഷൻ ഉണ്ട്, കൺസംഷൻ ഇക്വേഷൻ ഉണ്ട്, സേവിങ് ഇക്വേഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ISL മോഡൽ, അതായത് മണി മാർക്കറ്റ് ഉണ്ട്, കമ്മോഡിറ്റി അങ്ങനെ വെച്ചിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഒരു ജനറൽ ഫ്രെയിംവർക്ക് വരുന്നുണ്ട്. ഇതില് ഈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡലിന്റെ റാഷണാലിറ്റി, ഇറ്റ് വാസ് severely criticized by Sims, SIMS, സിംസ്. അദ്ദേഹം ഈ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡലിന്റെ റാഷണാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഹിസ് ചൈൽഡ് ഈസ് വാർ മോഡൽ, വെക്റ്റർ ഓട്ടോ റിഗ്രഷൻസ് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അപ്പോ സിംസ് ആണ് ദ പേഴ്സൺ ബിഹൈൻഡ് വാർ മോഡൽസ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് by criticizing the simultaneous equation models. ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കലി വാറിലേക്ക് എത്തുന്നത്, വാർ മോഡലിലേക്ക് എത്തുന്നത്. I was just trying to summarize the simultaneous equation മോഡലിലെ ആ 4 points സമ്മറൈസ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി ഈ simultaneous equation മോഡലൊക്കെ മറ്റേ പേപ്പറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് മുമ്പത്തെ എക്കണോമിക്സ് പേപ്പറിൽ സിംപ്ലിഫിക്കേഷൻ മോഡൽ പഠിക്കാനുള്ളതാണ്. സോ വിച്ച് ഔട്ട് സ്റ്റഡിഡ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, സിംസ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡലിലെ ക്വസ്റ്റ്യൻ ചെയ്തു പറയുന്നുണ്ട്. ഇൻ വാട്ട് റെസ്പെക്ട് ഹി ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ നിന്നാണ് അദ്ദേഹം വാറിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ പോയിന്റ്സ് റേസ്ഡ് ബൈ സിംസ് against simultaneous equation models and how he modified the old concept of simultaneous equation model. അങ്ങനെയാണ് നമ്മൾ വാറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. And I think we shall stop the session today. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞ് you will be overloaded. So next class we shall move to the war model specifically. ഇങ്ങനെയാണ് ഇപ്പോൾ വാർ മോഡലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സൈമൾട്ടേനിയസ് ഇക്വേഷൻ മോഡലിൽ നിന്ന് എങ്ങനെ വാറിലേക്ക് മൂവ് ചെയ്യുന്നു, arguments raised by Sim, those points we shall discuss day after tomorrow. So as I repeatedly ask every day, if you have any specific points or any specific doubt, you are free to interact. Or if you have any suggestions also, you can share. Always I am asking, but you are keeping quiet. And based on what Dr. Sija told me, ഒരുവിധം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതിരിക്കണതെന്ന് പറഞ്ഞു. എനിവേ, if you have any suggestions or clarifications or doubts, you please ask. So any doubts or any clarifications, please.
Anybody? If you don't have any specific points, I think we shall wind up. Okay. Okay, sir. So we shall rejoin on Thursday. Okay, dear participants, moving on to the concluding session. Good evening, everyone. I would like to thank our guest speaker, Dr. K.P. Mani sir, for sparing his valuable time with us and enlightening us with their knowledge. And today's sessions gave a deep insight into the topic. And I'm sure that the precious knowledge that Mani sir gave us will definitely help us in our studies and future. And on behalf of Department of Economics and all the participants present here, I extend my sincere gratitude to you, sir. Thank you, sir. And would also like to thank our respected head of the department, Dr. Srija S, for organizing this lecture series and inviting Dr. K.P. Mani sir to conduct it. Thank you, teacher. And I'm also thank all the participants present here for paying your attention and learning. Thank you so much. Dear participants, for your kind attention, the next session will be on 6th May, Thursday 2021 at 10 a.m. And the joining link will be shared to your registered email ID. So check your email ID. We will meet again. Thank you.